ഉമ്മാനെ മറന്നു പോവരുത്. ഉമ്മയാണ് നമ്മൾക്ക് സ്വർഗം നൽകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഉമ്മമാരുടെ കൈകളിലാണ്. പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ, ആണുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉമ്മയുടെ കാൽക്കൽ വീണ് ഉമ്മയോട് മാപ്പ് ചോദിക്കല, ഉമ്മയുടെ കാലിൽ വീണ് ഉമ്മയോട് പൊരുത്തം ചോദിക്കല. കാരണം നിങ്ങളുടെ സ്വർഗം പൂട്ടിവെച്ചിരിക്കുന്ന അതിന്റെ ചാവി കയ്യിലുള്ളത് ഉമ്മയുടെ കൈകളിലാണ്. ആ ചാവി വാങ്ങണമെങ്കിൽ ഉമ്മയുടെ തൃപ്തി വേണ്ടേ? ഉമ്മയുടെ തൃപ്തിയുണ്ടെങ്കിലേ സ്വർഗത്തിലേക്കുള്ള കവാടം തുറക്കപ്പെടുകയുള്ളൂ. എന്നാൽ സഹോദരിമാരെ, നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഉമ്മയുടെ കൈകളിലല്ല. നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഉമ്മയുടെ കൈകളിലല്ല, നിങ്ങളുടെ ഭർത്താവിന്റെ കൈകളിലാണ്. നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഭർത്താവിന്റെ കൈകളിലാണ്. ഭർത്താവ് പറയുന്നത് പോലെ ഭർത്താവിനെ വിഷമിപ്പിക്കാതെ, പ്രയാസങ്ങൾ നൽകാതെ, പരിശുദ്ധമായ ദീൻ പറഞ്ഞതുപോലെ സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ചാൽ നിന്റെ സ്വർഗം നിന്റെ ഭർത്താവിന്റെ കൈകളിലാണ്. പെണ്ണിന്റെ സ്വർഗം ഭർത്താവിന്റെ കയ്യിൽ, ആണിന്റെ സ്വർഗം ഉമ്മയുടെ കയ്യിൽ. ആണുങ്ങളെ ഉമ്മമാരെ സന്ദർശിക്കേണ്ടത്. കാരണം പെണ്ണ് കല്യാണം കഴിഞ്ഞിട്ട് അപ്പുറത്ത് വീട്ടിൽ പോകും, ഭർത്താവിന്റെ വീട്ടിൽ പോകും. അവിടെ ഉമ്മയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവാണ്. അതുകൊണ്ട് ഭർത്താവിനോട് വേണ്ടാത്ത പരാതികൾ പറഞ്ഞ്, ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഭർത്താവിനോട് ഉമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ. കാരണം നിങ്ങളുടെ ഭർത്താവിന് സ്വർഗം നിഷേധിക്കപ്പെടുമെങ്കിൽ അത് ഉമ്മയുമായുള്ള അറ്റാച്ച്മെന്റ് മൂലമാണ്. നിങ്ങളുടെ ഭർത്താവിന്റെ സ്വർഗം നിഷേധിക്കപ്പെട്ടാൽ നിങ്ങളുടെ സ്വർഗവും തടയപ്പെടും. അതുകൊണ്ട് ഭർത്താവിനോട് ഭർത്താവിന്റെ ഉമ്മയെ പ്രത്യേകമായി പരിഗണിക്കാൻ പറയണം. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പരിഗണിക്കണം. എന്നാലേ നമ്മൾക്കെല്ലാം കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകുമാറാവട്ടെ.